കാരണം ബിടെക് വെച്ചിട്ടുള്ളൊരു ജോലി നമ്മളെ നാട്ടിൽ കുറച്ച് റിസ്ക് ആണ്. 21 പകുതിയൊക്കെ ആയപ്പോഴാണ് ഈ ഒരു SSC പറ്റി കേൾക്കുന്നത്. പിന്നെ ഞാൻ നിർത്തി. ഇനി എന്നെ കൊണ്ട് SSC നടക്കൂല. എന്താ നമ്മളെ സിനിമയിലൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന സന്ദേശ് സാർ റോള് അവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. കഥാനായകന്റെ വരവ്. നമ്മൾ ഏതൊക്കെ ടെസ്റ്റ് എടുക്കുന്നുണ്ട്, ഏതൊക്കെ ടെസ്റ്റ് എടുക്കുന്നില്ല, ഇതൊക്കെ അവർ മോണിറ്റർ ചെയ്യുന്നുണ്ട്. എനിക്ക് എപ്പോഴാണ് അറിയുന്നത്. നിഖിലെ ഉറങ്ങാണ് വെച്ച് സാർ ഇൻകം ടാക്സ് ഇൻസ്പെക്ടർ ഇങ്ങനെ കിടന്നുറങ്ങിയ എങ്ങനെയാന്ന് ഞാൻ സ്വപ്നത്തിലാണോ എന്നാണ് സംഭവം അറിയുന്നില്ല. അത് നല്ലൊരു ഹാപ്പി മൂമെന്റ് ആയിരുന്നു ജീവിതത്തിലെ മറക്കാനാവാത്ത. ഹായ്, എൻ്റെ പേര് നിയാസ്. ടീമേറ്റ്സ് അക്കാദമിയുടെ മറ്റൊരു സക്സസ് സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 6 മാസം കൊണ്ടൊരു സെൻട്രൽ ഗവൺമെന്റ് ഓഫീസർ ആവുക എന്നുള്ള സ്വപ്നം, അത് അസാധ്യമല്ല, എല്ലാവരും കൊണ്ട് പറ്റും എന്ന് തെളിയിച്ച ആളാണ് എൻ്റെ അടുത്തിരിക്കുന്നത്, നിഖിൽ റോഷ്. പരിചയപ്പെടാം നമുക്ക്. നിഖിൽ റോഷ് സാർ, വളരെ എക്സൈറ്റഡ് ആയിട്ടാണ് ഞാൻ നിഖിൽ റോഷിന് മുമ്പിൽ ഇരിക്കുന്നത്. എനിക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുന്നില്ല. ഒരു 2024 ജൂൺ ബാച്ചിൽ ടീമേറ്റ്സ് അക്കാദമിയിൽ ജോയിൻ ചെയ്യുന്നു. സോ ഒരു 6 മാസം കൊണ്ട് വലിയ റിസൾട്ട്, അതും ഇൻകം ടാക്സ് ഇൻസ്പെക്ടർ എന്ന് പറയുന്ന ഒരു വലിയ തസ്തിക അടിച്ചെടുത്തിരിക്കുകയാണ് നിഖിൽ റോഷ്. സോ എന്താണ് ഇതില് ഒരു നിഖിൽ റോഷിന്റെ എക്സൈറ്റ്മെന്റ് എന്താണ്? എക്സൈറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ പറഞ്ഞ പോലെ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നതല്ല. തീർച്ചയായിട്ടും ഈ ഒരു 6 മാസം കൊണ്ട് തന്നെ ടീമേറ്റ്സിൽ ഞാൻ ജോയിൻ ചെയ്യുന്നത് ജൂൺ മാസം. അപ്പം ജൂൺ മുതൽ നമ്മളെ ജനുവരിയിലാണ് എക്സാം ഉണ്ടായിരുന്നു. അപ്പൊ ആ ഒരു സമയം കൊണ്ട് തന്നെ ഈ ഒരു പ്രോപ്പർ ആയിട്ടുള്ള സ്ട്രാറ്റജിയോടെയും എല്ലാത്തിലൂടെയും നേടിയെടുക്കാൻ പറ്റിയതിൽ വളരെ സന്തോഷമുണ്ട്. നേടിയെടുക്കണം തന്നെയായിരുന്നു ആഗ്രഹം. പക്ഷെ എല്ലാവരും ഇതുപോലെ 35 ലക്ഷം പേരൊക്കെ എഴുതുന്ന പരീക്ഷ ആയതുകൊണ്ട് ഒരു ടെൻഷനുണ്ട്. പക്ഷെ ആ ഒരു നേട്ടം നേടിയെടുക്കാൻ പറ്റിയെന്നുള്ളത് ഇപ്പോഴും എനിക്കൊരു വിശ്വാസം. പക്ഷെ അതിനോട് തന്നെ ഭയങ്കര ഹാപ്പിനെസ്സും ഉണ്ട്, എക്സൈറ്റ്മെന്റും ആണ്. ഏതാ പഠിച്ചതൊക്കെ? കോഴ്സ് ഏതാ കഴിഞ്ഞു? ഞാൻ ബിടെക് ആണ് കഴിഞ്ഞത്. ബിടെക് എവിടെയാണ് കഴിഞ്ഞത്? തൃശ്ശൂർ എഞ്ചിനീയറിംഗ് കോളേജ്. തൃശ്ശൂർ എഞ്ചിനീയറിംഗ് കോളേജ് ബിടെക് കഴിഞ്ഞു. 2020 പാസ് ഔട്ടാണ്. പിന്നെ എംടെക്കിന് ചൂസ് ചെയ്തില്ല? എംടെക് ചൂസ് ചെയ്തില്ല, മടുത്തു. ബിടെക് മടുത്തു. ബിടെക്കോട് മടുത്തു. പിന്നെ തിരിച്ചറിഞ്ഞ എന്തുകൊണ്ട്, എങ്ങനെ SSC എന്ന് പറയുന്നത്? ഞാൻ എന്റെ ബിടെക് എക്സാം കഴിഞ്ഞ സമയത്ത് കോവിഡ് കഴിഞ്ഞിരിക്കുന്ന സമയം. അപ്പൊ അതുകൊണ്ട് തന്നെ റിസൾട്ട് വരാൻ കുറച്ച് ലേറ്റ് ആയി. റിസൾട്ട് വന്നപ്പം ഒന്നാമത് ബിടെക് ഇനി സപ്ലൈ അടിക്കുമോ എന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു. സ്വാഭാവികം. അതുവരെയുള്ള സപ്ലൈ ക്ലിയർ ചെയ്തു. ഫൈനൽ സെമ്മില് കിട്ടുന്നത്. പക്ഷെ അങ്ങനെ നിൽക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം എന്നുള്ളൊരു കൺഫ്യൂഷൻ. കാരണം ബിടെക് വെച്ചിട്ടുള്ളൊരു ജോലി നമ്മളെ നാട്ടിൽ കുറച്ച് റിസ്ക് ആണ്. അതിനിപ്പോ ഗേറ്റ് എഴുതണം, കാര്യങ്ങളൊക്കെയാണ്. ഗേറ്റ് എഴുതാനുള്ളൊരു മടിയുണ്ടോ? ഒന്നാമത് ബിടെക് പഠിച്ചതിന് മടിയുണ്ട് തന്നെ. അങ്ങനെ നിൽക്കുമ്പോഴാണ് 2021 പകുതിയൊക്കെ ആയപ്പോഴാണ് ഈ ഒരു SSC പറ്റി കേൾക്കുന്നത്. അപ്പം ഞാനിങ്ങനെ എന്നാലൊന്ന് നോക്കാം. അപ്പൊ എന്നോട് എന്റെ ഫ്രണ്ട്സും കുറച്ച് ഫാമിലി ഉള്ളവരൊക്കെ PSC നോക്കാൻ പറഞ്ഞു. PSC ഞാനിങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ എടുത്ത് നോക്കി. കുറെ ഇപ്പൊ GK, കേരള ചരിത്രം, ഇന്ത്യൻ ചരിത്രം, അല്ല നടക്കൂല. അപ്പൊ അങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ SSC ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയാലോ എന്ന് വിചാരിച്ച് നോക്കിയപ്പോ ഓക്കെ, ഇതിന് കുറച്ച് മാത്സ് ഒക്കെ. അപ്പം ഒന്നാമത് എഞ്ചിനീയറിംഗിന് വേണ്ടിയിട്ട് +2 നമ്മളെ മാത്സ് ഒക്കെ പഠിച്ചോണ്ട് ഓക്കെ ഇതൊന്ന് പഠിച്ചെടുക്കാൻ പറ്റും. പിന്നെ ഇംഗ്ലീഷ് ഉണ്ട്, ഓക്കെ നോക്കാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞാൻ നോക്കി. അങ്ങനെ 2021 ഒക്കെ ആയപ്പം എക്സാം എഴുതി. 2021 എക്സാം എഴുതി. അന്ന് കോവിഡ് ആയിട്ട് എക്സാം ഡിലേ ആയതുകൊണ്ട് 2 എക്സാം ഒരുമിച്ചായിരുന്നു. അപ്പൊ അതുകൊണ്ട് എക്സാം എഴുതി, പക്ഷെ കിട്ടില്ല. അപ്പം പിന്നെ അങ്ങനെ വിചാരിച്ചു ഓക്കെ ഇതൊന്നാല് നമ്മൾ വിചാരിക്കുന്നതല്ല, നമ്മളെ കൊണ്ട് പറ്റിയ പരിപാടിയൊന്നും. അങ്ങനെ ഞാനൊരു ജോബിന് കയറാൻ വിചാരിച്ചു. അങ്ങനെ ഒരു ജോബിന് കയറി. ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഒരു ടീച്ചറായിട്ട് കയറി. അങ്ങനെ ഒരു ടീച്ചറായി വർക്ക് ചെയ്ത ഒരു കോർപ്പറേറ്റ് ഫീൽഡാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ ഒരു ബുദ്ധിമുട്ട് പറയുമ്പോൾ നമ്മളൊരു സെക്യൂർഡ് അല്ലാത്തൊരു ജോബ്, ഇത്ര സെക്യൂർഡ് അല്ലാത്തൊരു ഉള്ളിലുണ്ട്. പിന്നെ വീട്ടിലെല്ലാരും പറയും ഗവൺമെന്റ് ജോലി എന്ന് പറയുമ്പോൾ ഒരു സെക്യൂർ. കാരണം ഒരു നമ്മുടെ കോവിഡ് സമയത്ത് തന്നെ ഇപ്പൊ നമുക്കറിയാം ഏറ്റവും കൂടുതൽ ആനുകൂല്യം കിട്ടിയത്, കുറച്ച് സന്തോഷത്തോടെ ഇരിക്കാൻ പറ്റിയത് ഒരു ഗവൺമെന്റ് ജോബ് ഉള്ളവർക്കാണ്. സത്യം, തീർച്ചയായിട്ടും നഷ്ടപ്പെടാതിരിക്കാൻ പറ്റിയ. അപ്പം അത് നോക്കുമ്പോൾ നമ്മൾ പ്രാധാന്യം അപ്പോഴാണ് ശരിക്കും തിരിച്ചറിയുന്നത്. ജോലി നഷ്ടപ്പെട്ടു. മെറ്റാ സൊല്യൂഷൻസ് പോലുള്ള ഗൂഗിൾ അടക്കം, വാട്സാപ്പ്, ഇൻസ്റ്റാഗ്രാം, എല്ലാവരും മാസമായിട്ട് എംപ്ലോയീസിന് ലേ ഓഫ് ചെയ്ത സമയത്ത് ഈ രാജ്യത്തോ അല്ലെങ്കിൽ ഒരാൾക്ക് പോലും ഗവൺമെന്റ് നഷ്ടപ്പെട്ടില്ല എന്നുള്ളത് അപ്പോഴാണ് എല്ലാവരും പ്രാധാന്യം. അവർക്കാണെങ്കിൽ ഇങ്ങോട്ട് സാലറി പറയില്ല, എന്നാലും എന്നാലും എന്താ പറയാ വലിയൊരു ബുദ്ധിമുട്ടില്ലാതെ ജീവിച്ചു പോകാൻ പറ്റുന്ന രീതിയിൽ അവർക്ക്. അപ്പം ഗവൺമെന്റ് ജോബിന്റെ ഒരു ഇമ്പോർട്ടൻസ് നമ്മൾ തിരിച്ചറിയും. അപ്പൊ ഞാൻ ഈ ജോബിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ വീണ്ടും SSC എഴുതാൻ തീരുമാനിച്ചു. അങ്ങനെ ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള നമ്മുടെ പ്ലാറ്റ്ഫോമുകളിൽ തിരഞ്ഞു, യൂട്യൂബ് വീഡിയോസ് കണ്ടു, വീണ്ടും എഴുതി. 3ാമത്തെ തൊട്ട് എഴുതിയപ്പം ജസ്റ്റ് മിസ്സായി. അപ്പൊ ആകെ നിന്നു, വേണ്ട ഇനിയിപ്പോ SSC എഴുതണം. പിന്നെ എവിടുന്നോ പെട്ടെന്ന്
അല്ല അങ്ങനെ തോറ്റു കൊടുക്കാൻ പാടില്ല. അങ്ങനെ വീണ്ടും എഴുതി. ആ ഒരു റിസൾട്ട് വന്ന് 2 മാസത്തിന് ശേഷമായിരുന്നു അടുത്ത CGL. അത് എഴുതി. അപ്പോഴും ജോബ് അങ്ങനെ തന്നെയാണ്. അപ്പം ജോബ് ഒന്നാമത് നമ്മുടെ ഈ വർക്ക് കഴിഞ്ഞ സമയത്ത് ഭയങ്കര ടയർഡായി, പിന്നെ പഠിക്കാൻ സമയം കിട്ടില്ല. അപ്പൊ എക്സാം വരുന്നതിന്റെ ഒരു 2 ആഴ്ച മുമ്പ് അല്ലെങ്കിൽ 3 ആഴ്ച മുമ്പ് എന്തെങ്കിലുമൊക്കെ എടുത്ത് നോക്കും, എഴുതും. അപ്പൊ മനസ്സിലായി യൂണിവേഴ്സിറ്റി എക്സാം പോലെ ഒന്നും പഠിച്ചിട്ട് കിട്ടില്ല, ബിടെക് വരെ പാസ്സാകാൻ പറ്റും. അങ്ങനെ സെയിം കോഴ്സ് റിപ്പീറ്റ് സൈക്കിൾ ഇങ്ങനെ പോയി. ഒരു പരീക്ഷയുടെ 2 ആഴ്ച 3 ആഴ്ച മുമ്പ് പഠിക്കും, എക്സാം എഴുതും, കിട്ടൂല. ജോലി എടുക്കും, കിട്ടില്ല. അങ്ങനെ CGL 2023 CGL എഴുതിയ സമയത്ത് ടയർ 1 ക്ലിയർ ആയി. അപ്പൊ അന്ന് ടയർ 1 കുറച്ച് കട്ട് ഓഫ് ഉണ്ടായിരുന്നു. 2023 ടയർ 1 ഇഷ്യൂസ് വന്നിരുന്നു. അപ്പൊ ഞാൻ എഴുതി അങ്ങനെ ഓക്കെ ടയർ 1 ക്ലിയർ ആവുന്ന ഞാൻ വിചാരിച്ചില്ല, പക്ഷെ ടയർ 1 ക്ലിയർ ആയി. അങ്ങനെയാണെങ്കിൽ ആ കമ്പനി ഒന്ന് റിസൈൻ ചെയ്തിട്ട് ഇതിനൊന്ന് ഇരുന്നാലും, കാരണം ആകെ 2-3 ആഴ്ച ഇരുന്നിട്ടു. അപ്പം എക്സാമിന് ടയർ 2 എക്സാമിന് ഒരു 3 മാസം സമയമുണ്ട്, 2.5 മാസം സമയം. അപ്പൊ ഞാൻ കമ്പനിയിൽ നിന്ന് റിസൈൻ ചെയ്തു. എക്സാമിന് വേണ്ടി ഇരുന്നു, ഫുൾ ഇരുന്നു. എക്സാം കഴിഞ്ഞ സമയത്ത് വീണ്ടും പൊട്ടി, നല്ല മാന്യമായി പൊട്ടി. അപ്പോൾ ആൻസർ കീന്റെ പ്രശ്നങ്ങളൊക്കെ അന്ന് അങ്ങനെ ഒരു ഇഷ്യൂ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. കാരണം നമുക്ക് കിട്ടുന്ന ഉറപ്പിച്ച കുറച്ച് ആൾക്കാരെ നോർമലൈസേഷൻ കാര്യങ്ങൾ വന്ന സമയത്ത് കുറെ ആൾക്കാർക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അത് വലിയ ഡിസപ്പോയിന്റ്മെന്റിലേക്ക് ഒരുപാട് ആൾക്കാരെ കൊണ്ടുപോയി. അപ്പൊ അന്നൊക്കെ നമ്മളിങ്ങനെ ഒരു ജോലി എന്നുള്ള രീതിയിൽ എയിം ചെയ്ത് പോയി. അപ്പം അന്ന് ലാസ്റ്റ് കട്ട് ഓഫിന്റെ ഒരു 3 മാർക്കിൽ മിസ്സായി. പിന്നെ ഞാൻ നിർത്തി. ഇനി എന്നെ കൊണ്ട് SSC നടക്കൂല എന്ന് ഞാൻ തീർത്ത് എഴുതി കൊടുത്തു. പിന്നെ അങ്ങനെ എന്നാലും ഉള്ളിലുണ്ട് ഇനിയിപ്പം കോടതി കേസ് വന്നിട്ട് ആൻസർ കീ മാറി വല്ല ജോലി ആയാലോ. പക്ഷെ പുറത്ത് വരുമ്പോ ഞാൻ നിർത്തിയില്ല, ഞാൻ അത്രത്തോളം ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ എല്ലാം വിട്ടു. ഒരു മാർച്ച് ഒക്കെ ആയ സമയത്ത് ഞാൻ വിചാരിച്ചെന്ന ഒരു IT ഫീൽഡ് നോക്കിയാലോ. ഇപ്പൊ ഒരു ബൂമിംഗ് ആയിട്ടുള്ള ഫീൽഡാണ് IT ഫീൽഡ്. അപ്പം കേരളത്തിലല്ലെങ്കിൽ ബാംഗ്ലൂർ ആണ്. ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അന്വേഷിച്ചു, അവിടെ എങ്ങനെയാണ് ഫീസ് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പൊ നമ്മളെ പഴയ ജോലിയിൽ സേവിങ്സ് ഒക്കെ എടുത്തിട്ട് അതിനുള്ള ഫീസൊക്കെ സെറ്റാക്കി വെച്ച് ഞാനും എൻ്റെ ഒരു സുഹൃത്തും ഞങ്ങൾ രണ്ടുപേരായിരുന്നു തീരുമാനിച്ചത്. അങ്ങനെ നിൽക്കുന്ന സമയത്ത് അവൻ ഒരു ഏപ്രിൽ ആ ഒരു സമയമായപ്പോഴത്തേക്ക് അവന് എന്തോ ഒരു ചെറിയ ഇഷ്യൂ വന്നു. എടാ എനിക്കില്ല, എങ്ങനെയാണ് നമുക്കൊരു ചെറിയൊരു ഡിലേ ഉണ്ട്, എനിക്കിങ്ങനെ ഒരു ആവശ്യത്തിന് പോകാണ്ടെന്ന് പറഞ്ഞു. അപ്പൊ എനിക്കിപ്പോ അവനെ ചടപ്പിക്കാൻ പറ്റില്ല. അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ അന്നാ നീ അതിന് പോയാ, അതുവരെ ഞാൻ വേറെ എന്തെങ്കിലും നോക്കാം, നമുക്ക് രണ്ടുപേർക്കും സെറ്റ് ആയില്ലെങ്കിൽ നമുക്ക് ഇത് തന്നെ ആയിട്ട് മുന്നോട്ട് പോകാൻ. അപ്പൊ ഞങ്ങൾ റെസ്പെക്ടബിളി ഞങ്ങൾ രണ്ടുപേരും ആ ഒരു തീരുമാനത്തിൽ നിന്ന് മാറി. അവൻ അത് വേറൊരു കോഴ്സിന് പോയി. അപ്പൊ ഞാൻ എന്റെ മുന്നിൽ വേറെ ഓപ്ഷൻ ഒന്നുമില്ല, ആകെ ഉണ്ടായിരുന്ന IT ഫീൽഡ്. അത് ഞാൻ ഒരു മെന്റലി അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് നമ്മളെ സുഹൃത്ത് അവള് പറഞ്ഞു ഇങ്ങനെ SSC ഒന്നുകൂടി നോക്ക്. ഞാൻ പറഞ്ഞു ഇല്ല, ഒരു കോച്ചിങ്ങിന് പോയി നോക്കാനുള്ള അഡ്വൈസ് അപ്പോഴാണ്. അതെ. അപ്പൊ ഞാൻ അപ്പോഴും ഞാനിങ്ങനെ SSC വേണ്ട, മടുത്തു എന്നുള്ളതിന്. അപ്പോഴാണ് എന്നോട് പറഞ്ഞത് നീ ഇതൊരു കോച്ചിങ്ങിന് പോയിട്ടില്ലല്ലോ. അപ്പൊ അത് ദാറ്റ് ഹിറ്റ്സ് ഡിഫറെന്റ് എന്ന് പറഞ്ഞു. ഞാനിങ്ങനെ ആലോചിച്ചപ്പോ ഓക്കെ കോച്ചിങ്ങിന് പോയിട്ടില്ല, ഞാൻ ഇന്ന് ട്രൈ ചെയ്ത് നോക്കാന്ന് വിചാരിച്ചിട്ട് അങ്ങനെയാണ് നമ്മളെ യൂട്യൂബിലും ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്തിട്ട് നമ്മളെ ടീമേറ്റ്സ് അക്കാഡമി. ഓക്കെ, അപ്പൊ ഞാൻ അവിടെ വന്നു, കോഴ്സിനൊക്കെ പറ്റി അന്വേഷിച്ചു, ജോയിൻ ചെയ്തു. നമ്മുടെ ജൂൺ ബാച്ചിലാണ് ജോയിൻ ചെയ്തത്, 2024. അപ്പൊ ഞാന് ബേസിക് ക്ലാസ്സിലായിരുന്നു, നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്തു. അങ്ങനെ അവർ ഫസ്റ്റ് ഡേ ഒരു മോക്ക് ടെസ്റ്റ് നടത്തി. അപ്പൊ ഞാനാണെങ്കിൽ ഓക്കെ മോക്ക് ടെസ്റ്റ് ചെയ്യുന്നത് നമ്മൾ കുറെ എക്സാം ഒക്കെ എഴുതി. മോക്ക് ടെസ്റ്റ് നടത്തിയപ്പം 200 ഒരു 100 മാർക്കിന്റെ അടുത്തുള്ളൂ. അപ്പൊ ഏകദേശം എനിക്ക് മനസ്സിലായി ഞാൻ ഏകദേശം ഒരു ലെവൽ 0 എത്തുന്ന ഒരു അവസ്ഥയായി, വീണ്ടും സ്റ്റാർട്ട് ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക്. കാരണം ഇതിന് മുമ്പ് എക്സാം എഴുതിയ എക്സ്പീരിയൻസ് ഒക്കെ പോയി, കാരണം 8 മാസത്തെ ഗ്യാപ്പ് വന്നു. അപ്പൊ വീണ്ടും ഒരു ഫ്രഷ് സ്റ്റാർട്ട് ആവശ്യമുണ്ടെന്ന് മനസ്സിലായി. അങ്ങനെ എല്ലാ ദിവസവും ക്ലാസ്സിൽ പോകാൻ തുടങ്ങി, വീട്ടിലിരുന്ന് പഠിക്കാൻ തുടങ്ങി. അങ്ങനെ ഒരു 2 ആഴ്ച ഒക്കെ കഴിഞ്ഞപ്പോ ഒരു കോൺഫിഡൻസ് നമ്മളെന്തോ ആണ് താഴെ ഇറങ്ങി ഗ്രാസ് റൂട്ട് ലെവലിൽ വർക്ക് ചെയ്ത് തുടങ്ങി. 2 ആഴ്ചയൊക്കെ ഒന്ന് പഠിച്ചു തുടങ്ങിയപ്പം വീണ്ടും ഒരു കോൺഫിഡൻസ് വന്നു. അങ്ങനെ ഞാൻ ടയർ 2 മോക്ക് ടെസ്റ്റ് എടുത്തു. ആ കോൺഫിഡൻസ് ഒന്നുകൂടി പോയി കിട്ടി. അത് കഴിഞ്ഞു അങ്ങനെ വീണ്ടും വർക്ക് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഒരു ടയർ 2 മോക്ക് എടുത്ത സമയത്ത് കുറച്ച് ഭേദമല്ലാത്തൊരു ഭേദമുള്ളൊരു മാർക്ക് കിട്ടി. മീൻസ് എന്നാലും നമ്മുടെ കട്ട് ഓഫിനൊന്നും ലെവലിലേക്ക് എത്തിയില്ല, എന്നാലും കുഴപ്പമില്ലാതെ മാർക്ക് ഉണ്ടപ്പം അപ്പോഴാണ് സന്ദേശ് സാർ നമ്മളെ കോൺടാക്ട് ചെയ്യുന്നത്. സാർ അതുവരെ എനിക്ക് ക്ലാസ് എടുത്തില്ല, സാർ ഞങ്ങളുടെ ബാച്ചിൽ വന്ന് ലേറ്റ് ആയിട്ട് ക്ലാസ്. അപ്പോൾ സാർ ഇങ്ങനെ വിളിച്ചു, ഇങ്ങനെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞ സാർ ഇങ്ങനെ എക്സാം ഇതിന് മുമ്പ് എഴുതിയിട്ടുണ്ട്, അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ, ഇപ്പൊ വീണ്ടും ഒരു ഫ്രഷ് സ്റ്റാർട്ടാണ്. അപ്പൊ സാർ പറഞ്ഞു ഓക്കെ അങ്ങനെയാണെങ്കിൽ ഈ ഒരു കാര്യം ചെയ്യും, ഒന്നുകൂടി നല്ല നോക്കിയിട്ട് ഒരു എക്സാം കൂടി എടുക്കുക, എന്നിട്ട് നമുക്ക് നോക്കാം, നമുക്ക് അഡ്വാൻസ് ബാച്ച് ചേരണമെന്നുണ്ടെങ്കിൽ ചേരാന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ജൂലൈ പകുതിയൊക്കെ ആയപ്പോഴേക്ക് അഡ്വാൻസ് ബാച്ചിൽ ചേർന്നിട്ട് പിന്നെ അവിടുന്ന് അങ്ങോട്ട് എന്താ പറയാ നമ്മളെ സിനിമയിലൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന സന്ദേശ് സാർ റോള് അവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, കഥാനായകന്റെ വരവ്. പിന്നെ ഫുള്ള് സാറ് ഗൈഡൻസ് ആയിരുന്നു. സാറ് എന്തൊക്കെ ചെയ്യാൻ പറഞ്ഞു എന്നോട് അതൊക്കെ ഞാൻ ചെയ്യും.
പിന്നെ ഒരു ദിവസം എനിക്ക് ഓർമ്മ, ഞാൻ റാൻഡമായിട്ട് ഫോണിൽ ഇങ്ങനെ ഒരു ദിവസം നൈറ്റ് ഫോണിൽ തോണ്ടിരിക്കുന്ന സമയത്ത് സാർ ഒരു മെസ്സേജ്, അപ്പൊ നിഖിലെ നീ മോക്ക് ടെസ്റ്റ് ചെയ്യുന്നതൊക്കെ കുറവാട്ടോ, ടോപ്പിക് വൈസ് ടെസ്റ്റുകളൊക്കെ നല്ലോണം ചെയ്യണം, എനിക്ക് മാർക്ക് കുറച്ച് കുറയുന്നുണ്ട്, വേണ്ട അത്യാവശ്യം വേണ്ട ടോപ്പിക് എടുത്തിട്ട് ബാക്കിയുള്ള ടോപ്പിക് വൈസും നീ ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഇങ്ങനെ വിചാരിക്കാനല്ല, ഇതൊക്കെ എങ്ങനെ സാറിന് അറിയാം? അപ്പം നമ്മൾ ചെയ്യുന്ന ഒരു ടെസ്റ്റിനേക്കാളും നമ്മൾ ഏതൊക്കെ ടെസ്റ്റ് എടുക്കുന്നുണ്ട്, ഏതൊക്കെ ടെസ്റ്റ് എടുക്കുന്നില്ല, ഇതൊക്കെ അവർ മോണിറ്റർ ചെയ്യുന്നുണ്ട് കാര്യം എനിക്ക് എപ്പോഴാണ് അറിയണത്. അപ്പൊ നമ്മളെക്കാൾ എഫേർട്ട് അവരിടുന്നുണ്ട്. അപ്പൊ ആ ഒരു അവരുടെ എഫേർട്ടിനെ നമ്മൾ മാനിക്കേണ്ട രീതിയിൽ കൂടുതൽ എഫേർട്ട് നമ്മളും കൂടി ഇടണം തീരുമാനിച്ചു. അങ്ങനെ ഒരു ഓഗസ്റ്റ് ഒക്കെ ആയ സമയത്ത് നമ്മുടെ റീഡിംഗ് റൂം ലൈബ്രറിയിൽ പോയി തുടങ്ങി. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു റൂട്ടീൻ സെറ്റ് ചെയ്തു. ടയർ 1 എക്സാം കഴിഞ്ഞപ്പോൾ ഒരു ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. അന്ന് എന്റെ ഷിഫ്റ്റില് നല്ല ടഫ് ആയിട്ടുള്ള ഒരു പേപ്പർ ആയിരുന്നു. ആ ഒരു 36 ഷിഫ്റ്റ് കറക്റ്റ് അതിൽ തന്നെ പോയി പെട്ടു. പക്ഷെ കിട്ടി, കുഴപ്പമില്ല. ടയർ 1 ക്ലിയർ ആയി. അങ്ങനെ ടയർ 2 ബാച്ചിൽ ജോയിൻ ചെയ്തു. പിന്നെ നമ്മള് ഓരോരുത്തർക്കും സാറ് തന്നെ പേഴ്സണലായിട്ട് വിളിച്ചു സ്ട്രക്ചർ ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജി തന്നു. GK ഇങ്ങനെ ചെയ്യാം, നിന്റെ മാർക്ക് ചെയ്യാൻ കണ്ടു, GK ആണ് കുറവ്, അപ്പൊ GK ഇങ്ങനെ ചെയ്യാം, മാത്സിൽ കുഴപ്പമില്ല, മാത്സിൽ ഇനി ഇങ്ങനെയൊക്കെ ചെയ്താൽ മതി, റീസണിങ് നീ നോക്കുക വേണ്ട, ഇംഗ്ലീഷ് വൊക്കാബ് നോക്കണം, അത് നോക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് കംപ്ലീറ്റ് ആയിട്ട് ഒരു കോംപ്രിഹെൻസീവ് ആയിട്ടൊരു പ്ലാൻ തന്നു. ഫോളോ ചെയ്തു, കിട്ടി. അതാണ് ഒരു ജേർണി ടേണിംഗ് പോയിന്റ് ആയിട്ടുള്ളത്. അതെ, ടീമേറ്റ്സ് വന്നിട്ട് കിട്ടിയ വന്നതിന് ശേഷം തീർച്ചയായിട്ടും. അപ്പൊ അതില് എക്സാം നമുക്ക് ഇൻകം ടാക്സ് ഇൻസ്പെക്ടർ പോസ്റ്റ് കിട്ടുന്ന ഇതുണ്ടായിരുന്നോ? ഇൻകം ടാക്സ് ഇൻസ്പെക്ടർ ഏറ്റവും ടോപ്പിലാണ്. ഞാനത് മനസ്സിലുണ്ട്, പക്ഷെ എന്നാലും റിയലിസ്റ്റിക് ആയിട്ടുള്ള ഹോപ്പ് എന്ന് വെച്ചത് ഇൻകം ടാക്സിൽ ഇല്ലായിരുന്നു. കാരണം നമ്മള് ഇൻകം ടാക്സ് ഇൻസ്പെക്ടർ കിട്ടിയ ലോട്ടറി, അത് വെച്ച് എയിം ചെയ്ത് തന്നെ പഠിച്ചു. പക്ഷെ എന്നാലും മനസ്സിന്റെ ഉള്ളിൽ ഇനിയിപ്പോ അത് ആഗ്രഹിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ അതൊരു സങ്കടമാവില്ലേ. അതുകൊണ്ട് ഞാൻ കുറച്ച് താഴേക്ക് പിടിച്ചു, ഒരു മിഡിൽ ലെവലിൽ പിടിച്ചു. അത് കിട്ടിയാലും ഐ എം ഹാപ്പി എന്നുള്ള രീതിയിൽ. പക്ഷേ പിന്നെ സാറ് പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു, നമ്മൾ എപ്പോഴും എക്സാം വരുന്ന സമയത്ത് നെഗറ്റീവ് കുറയ്ക്കാന്നുള്ളത്. അതിന്റെ ഒരു ഇമ്പോർട്ടൻസ് എനിക്ക് അറിയില്ലായിരുന്നു പണ്ട് എക്സാം വരുന്ന സമയത്ത്. നെഗറ്റീവ് കുറയ്ക്കാന്നുള്ളത് കഴിഞ്ഞ 23 CGL ചെയ്ത സമയത്ത് എനിക്ക് 20ഓളം നെഗറ്റീവ് ഉണ്ടായിരുന്നു. ആ 20 നെഗറ്റീവ് ഈ വർഷത്തെ എക്സാം എഴുതിയപ്പോൾ അത് 8 നെഗറ്റീവിലേക്ക് മാത്രം കുറയ്ക്കാൻ പറ്റി. ആ ഒരു 12 നെഗറ്റീവിന്റെ മാർക്ക് 36 മാർക്ക്. അപ്പൊ ആ ഒരു ഡിഫറൻസ് എനിക്ക് മാർക്കിലേക്ക് കൂട്ടാൻ തോന്നി. തീർച്ചയായിട്ടും ആ ഒരു ഡിഫറൻസ് ആണ് ഈ ഒരു പോസ്റ്റിലേക്ക് എത്താനുള്ള ഒരു ഫാക്ടർ ആയിരുന്നു. 353. അതെ, തീർച്ചയായിട്ടും വളരെ സന്തോഷം. ഒരു 6 മാസം കൊണ്ട് നമുക്ക് ചിന്തിക്കാവുന്നതിന്റെ അപ്പുറത്തേക്കുള്ള ഒരു ലൈഫ് ഫേസ് ചെയ്ത ഒരാളാണ് നിങ്ങൾ. മേ ബി ഒരു എക്സാം മേഖലയിൽ ഇറങ്ങുന്നത് ഇപ്പം ബിടെക് കഴിഞ്ഞു, വേറെ ചോയ്സ് ഇല്ല, എംടെക്കിന് പോകുന്നില്ല, എന്ത് ചെയ്യണം എന്നുള്ള ചോദ്യത്തിൽ SSC എക്സാം എഴുതി തുടങ്ങി. പിന്നെ സ്ട്രക്ചേർഡ് ആവണം, കാര്യങ്ങളൊന്നും സിസ്റ്റമാറ്റിക് ആവണം എന്നുള്ളതാണ് ടീമേറ്റ്സ് അക്കാദമിയിൽ നിഖിൽ റോഷൻ കോച്ചിങ് എടുക്കുന്നത്. അതിനുശേഷം അവിടെ നിന്ന് അങ്ങോട്ട് വരെ തെളിഞ്ഞു എന്ന് വേണം പറയാൻ വേണ്ടി. തീർച്ചയായിട്ടും. അപ്പൊ ഈ ഒരു സമയത്ത് നിഖിൽ റോഷൻ ഏറ്റവും കൂടുതൽ ഗ്രാറ്റിറ്റ്യൂഡ് എക്സ്പ്രസ് ചെയ്യാനുള്ള ആരൊക്കെയാണ്? അപ്പം ഈ ഒരു ജേർണി സപ്പോർട്ട് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ, അപ്പൊ അവരോടുള്ള ഒരു ഗ്രാറ്റിറ്റ്യൂഡ് നമുക്ക് എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു സിറ്റുവേഷൻ ആണ് നമുക്ക് ഇതിനെ യൂസ് ചെയ്യാം. സത്യം. മെയിൻ ആയിട്ട് എന്റെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി എന്റെ കൂടെ സ്റ്റാർട്ടിങ് മുതൽ എനിക്ക് വേണ്ട സപ്പോർട്ട് തന്നതും, ഞാനിങ്ങനെ പഠിക്കുന്ന സമയത്ത് നമ്മൾ എന്തെങ്കിലും ഒരു പരിപാടിക്ക് കൂടുമ്പോഴും എടാ എനിക്ക് പഠിക്കാനല്ലേ എന്നൊക്കെ ചോദിക്കുന്നു, എങ്ങനെയുണ്ട് എക്സാം, അതൊരു കുത്തി ചോദ്യമല്ല, നമ്മുടെ പ്രോഗ്രസ് എങ്ങനെയുണ്ട് അതെ, രണ്ട് രീതി ചോദിക്കുന്ന ആൾക്കാരുണ്ട്. എനിക്ക് പണിയൊന്നും ആയില്ല മോനെ എന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പം കൂടെ നിന്ന് ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി, അച്ഛനമ്മ എല്ലാവരും, നമ്മുടെ മെന്റേഴ്സ്, നമ്മുടെ ടീച്ചേഴ്സ്, ടീംമേറ്റ്സിലെ സ്റ്റാഫ്സ് ആയാലും, അവരോട് എല്ലാവരോടും വലിയൊരു തീരാത്ത നന്ദി ഇപ്പോഴും ഉണ്ട്. തീർച്ചയായിട്ടും ഈ ഒരു നിലയിൽ എത്താൻ പറ്റിയതിനും അവര് പ്ലേ ചെയ്ത റോൾ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഹ്യൂജ്, ഇറ്റ്സ് ഇന്നെവിറ്റബിൾ. അപ്പൊ വലിയൊരു നന്ദി എല്ലാവരോടും പറയാനുണ്ട്. അപ്പൊ ഈ ഒരു സമയത്ത് ഇപ്പം ഈ റിസൾട്ട് നമ്മളിങ്ങനെ അറിയാം, അപ്പൊ നമ്മൾ വലിയൊരു പോസ്റ്റിലേക്ക് ഉള്ളൊരു കട്ട് ഓഫ് ക്ലിയർ ചെയ്ത് നിൽക്കുന്നത്. എനിക്ക് തോന്നുന്നത് ഒരു 12 മണി, ഒരു പാതിരാത്രിക്കാണ് റിസൾട്ട് വന്നത്. അല്ലേ? എന്നുവെച്ചിരുന്ന റിസൾട്ട് ഒരു പാതിരാത്രിക്കാണ് വന്നത്. കാരണം ഞാൻ അന്ന് 12 മണിക്ക് കോൾ എടുത്തിട്ട് എന്നെ വിളിച്ചിരുന്നു, കോളേജ് റിസൾട്ട് വന്നിട്ട് നോക്കണം എന്ന് പറഞ്ഞു. എനിക്ക് പറ്റാവുന്ന ആൾക്കാരൊക്കെ ഞാനും വിളിച്ചു. അപ്പൊ ഈ സമയത്ത് എന്തായിരുന്നു ആ ഒരു ടൈം, ആ റിസൾട്ട് വന്ന സമയത്തുള്ള ഒരു മൊമെന്റ്? അത് ഞാൻ ആ ഒരു സമയത്ത് 1-2 ട്രാവലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ സ്ഥലത്തിലായിരുന്നു. അപ്പം ഡെയിലി വെറൊരു 4-5 മണിക്കൂർ ഉറക്കം നിന്നൊരു സമയം ആ ഒരു വീക്കില്. അങ്ങനെ ഈ ഒരു മാർച്ച് 12-13 ആ ഒരു സമയത്ത് റിസൾട്ട് വരും എന്ന് എല്ലാവരും ഇങ്ങനെ എക്സ്പെക്ട് ചെയ്തു. കാരണം കറക്ഷൻ വിൻഡോ കഴിഞ്ഞ ഒരു 10-12 ദിവസമാണ് അതിന്റെ ഒരു കണക്ക്. അപ്പം 10-ാം തീയതി വരുമെന്ന് വിചാരിച്ചു, വന്നില്ല. 11-ന് വരുമെന്ന് വിചാരിച്ചു, വന്നില്ല. 12-ന് വരുമെന്ന് വിചാരിച്ചു. അന്ന് MTS റിസൾട്ട് വന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു ഓക്കെ, ഞാൻ നിന്ന് വരില്ല.
അപ്പൊ ഒരു 11 മണി ആയപ്പോഴേക്കും ഞാൻ ഉറങ്ങിപ്പോയി. നല്ല ക്ഷീണമായിട്ട് നല്ല ഉറക്കമായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ എന്റെ ഫോൺ അടിയുന്ന കിട്ടി. ഞാൻ ഫോൺ എടുത്ത് നോക്കിയപ്പോൾ സുജയ് സാർ നമ്മളെ ഫാക്കൽറ്റിയാണ്. അപ്പോൾ ഞാൻ ടീമേറ്റ്സിൽ കുറച്ച് നേരം ക്ലാസ് എടുക്കുന്നത് ആ സമയത്ത്. അപ്പം ഞാൻ സുജയ് സാറിനെ നോക്കിയപ്പോൾ സാറ് ചോദിച്ചു ഓക്കെ ഇനിയിപ്പം ക്ലാസിന്റെ കാര്യം വല്ലതും പറയാനാണോ, രാവിലെ 11 മണി ആയെന്ന് അറിയില്ല. അപ്പൊ ഞാൻ ഫോൺ എടുത്താ അതെ സാർ നിഖിലെ ഉറങ്ങാന്ന് ചോദിച്ചു. ആ സാർ ഇൻകം ടാക്സ് ഇൻസ്പെക്ടർ ഇങ്ങനെ കിടന്ന് ഉറങ്ങിയ എങ്ങനെയാന്ന് ചോദിച്ചു. ഞാൻ സ്വപ്നത്തിലാണോ എന്താണ് സംഭവം അറിയുന്നില്ല. അപ്പൊ ഞാൻ ലൈറ്റ് ഒക്കെ ഇട്ട് നോക്കിയപ്പോ സാർ തന്നെയാണ്. സാറ് 12 ആയിട്ടുള്ളൂ. നുള്ളിക്ക് നോക്കി. അങ്ങനെ അപ്പോഴാണ് സാർ റിസൾട്ട് വന്ന് പോയി നോക്കുന്ന. അപ്പൊ ഞാൻ എന്നെ ഓൺലൈൻ കാണാത്തൊന്ന് വിളിച്ചു നോക്കിയാണ്. അപ്പൊ ഞാൻ ഓക്കെ ആ സാർ താങ്ക് യു സാർ എന്നൊക്കെ പറഞ്ഞ് കണ്ണൊക്കെ ഒന്ന് ചിമ്മി ഫോൺ എടുത്ത് നോക്കിയപ്പോഴാണ് റിസൾട്ട് കണ്ടത്. അപ്പം കൺഫേം ആയി റിസൾട്ട് വന്നു എന്നുള്ളത്. വളരെ സന്തോഷം. ആ സമയത്ത് പാരന്റ്സ് ഉറങ്ങായിരുന്നു. അവരെ വിളിച്ച് എണീപ്പിച്ചു. എല്ലാരും കൂടി ഞാൻ തന്നെ റിസൾട്ട് ഫോണിലൊക്കെ എടുത്ത് നോക്കി. അത് നല്ലൊരു ഹാപ്പി മൊമെന്റ് ആയിരുന്നു. ജീവിതത്തിലെ മറക്കാനാവാത്ത. പാരന്റ്സ് ഇത്രയും എക്സൈറ്റഡ് ആയിട്ടുള്ള ഒരു ഫീലിംഗ്, മീൻസ് അങ്ങനെ ഒരു ഫീലിംഗ് കണ്ടിട്ടുണ്ടാവില്ല. അച്ഛനൊക്കെ എന്ന് പറഞ്ഞാല് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്തൊരു അവസ്ഥയാണ്. അമ്മയും അങ്ങനെ സർപ്രൈസ് അവർക്ക് കൊടുക്കാൻ പറ്റിയില്ല. വളരെ സന്തോഷം. തീർച്ചയായിട്ടും ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നല്ല എഫേർട്ട് എടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും നല്ല എഫേർട്ട് നിങ്ങളുടെ കരിയറിൽ എടുത്തിട്ടുണ്ട്. ഈ സമയത്ത് ഇപ്പൊ ഇത് കാണുന്ന ആൾക്കാർക്ക് അവർ എക്സൈറ്റഡ് ആണ്. 6 മാസം കൊണ്ടോ നിങ്ങൾ സാധനം അവർക്കും വരും. അപ്പൊ ഇത് എത്ര സമയമായാലും 6 മാസമോ ഇനി 6 വർഷമോ ആവട്ടെ, ഇത് കിട്ടാതെ നമ്മൾ കീഴടങ്ങുന്ന എന്നുള്ള സാധനം അവിടെ ഉണ്ട്. അപ്പൊ തീർച്ചയായിട്ടും കാണുന്ന ആൾക്കാർക്ക് നിഖിൽ റോഷന്റെ ഒരു മെസ്സേജ് എനിക്ക് പറയാനുള്ളത്, ഞാൻ മുമ്പ് എക്സാം എഴുതിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ആ ഒരു എക്സാം 23 എക്സാം കഴിഞ്ഞ സമയത്ത് ഞാനിത് എഴുതുന്നില്ല നിർത്താന്നുള്ളൊരു ഫീലിങ്ങോടുകൂടി ഞാനിത് എൻഡ് ചെയ്തിരുന്നുണ്ടെങ്കിൽ ഇന്നിപ്പോ ഈ ഒരു ചെയറിൽ വന്ന് ഇരിക്കാൻ എനിക്ക് പറ്റില്ലായിരുന്നു. തോറ്റു കൊടുക്കാത്തൊരു മനസ്സ് നമുക്ക് വേണം. നമുക്ക് എന്താണെങ്കിലും ഒരു ഡിറ്റർമിനേഷൻ വേണം. നമുക്ക് എന്താ പറയാ, അത് നമ്മൾ റിയലൈസ് ചെയ്യാൻ ലേറ്റ് ആയാലും നമുക്കുള്ളിൽ ഒരു ഫയർ വേണം. അതോടുകൂടി നമ്മൾ വെൽ ഡിസിപ്ലിൻഡ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഈ 6 മാസം പോലും വേണ്ടെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ മുമ്പ് എക്സാം എഴുതിയിട്ടുണ്ട്, ശരിയാണ്. പക്ഷെ വീണ്ടും ഞാനൊരു ഗ്രൗണ്ട് ലെവൽ 0 ലെവലിലേക്ക് എത്തി. അവിടുന്ന് വീണ്ടും ഒരു സ്ട്രക്ചർ ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജി വെച്ച് ഒരു പ്ലാൻ വെച്ച് ഞാൻ പഠിച്ചുകൊണ്ട് മാത്രമാണ് എനിക്ക് ഇവിടെ എത്താൻ പറ്റിയത്. അപ്പൊ ഈ ഒരു രീതിയിൽ ഡിസിപ്ലിൻഡ് ആയിട്ട് നല്ല രീതിയിൽ തോറ്റു കൊടുക്കാത്തൊരു ആറ്റിറ്റ്യൂഡും നമ്മുടെ മനസ്സിലൊരു സ്ട്രെങ്ത്തും വെച്ച് നിങ്ങൾ പോവുകയാണെങ്കിൽ ആർക്കും അച്ചീവ് ചെയ്യാവുന്ന ഒരു ഫീറ്റ് മാത്രമാണിത്. ഇപ്പം നിലവിൽ ഈ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ആസ്പിറൻസിനോട് എനിക്ക് പറയാനുള്ളത് ഈ ഒരു കാര്യം മാത്രമാണ്. നിങ്ങൾ നിങ്ങളുടെ സ്വപ്നം വിടാതെ പിന്തുടരുക ആൻഡ് യു വിൽ ഗെറ്റ് ദെയർ ഡെഫിനറ്റ്ലി. ഇത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. ഇതിൽ കൂടുതൽ എനിക്ക് പറയാനില്ല. മാക്സിമം എല്ലാവരും നല്ലപോലെ പഠിക്കുക, ഹാർഡ് വർക്ക് ചെയ്യുക. എല്ലാവർക്കും ആഗ്രഹിച്ച ഒരു ലെവലിലേക്ക് എല്ലാവർക്കും എത്തിപ്പെടാൻ സാധിക്കട്ടെ എന്നതിന്റെ കൂടെ ഞാൻ ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്.